എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPLൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഗുജറാത്തിനെതിരെ ചെന്നൈക്ക് ലോക റെക്കോർഡ് വിജയം. ഇന്ന് ടോസ് നേടിയ ഗുജറാത്ത് ബൗളിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. ചെന്നൈ കഴിഞ്ഞ മത്സരത്തിൽ നിന്നും ഒരു മാറ്റം നടത്തിയപ്പോൾ ഗുജറാത്ത് മാറ്റങ്ങൾ ഒന്നുമില്ലാതെയാണ് കളത്തിലിറങ്ങിയത്. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈക്കും ഇന്നും തുടക്കമാണ് ലഭിച്ചത്. ഓപ്പണിംഗിൽ രചിൻ രവീന്ദ്ര ഗൈക്വാദ് സഖ്യം തകർത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രചിൻ രവീന്ദ്ര ഗുജറാത്ത് ബൗളർമാരെ ശരിക്കും പഞ്ഞിക്കിട്ടു. ആദ്യ 5 ഓവറിൽ തന്നെ ചെന്നൈ 60 റൺസ് കടന്നു. എന്നാൽ പവർ പ്ലേയുടെ അവസാന ഓവറിൽ റഷീദ് ഖാൻ ഗുജറാത്തിനു വേണ്ടി സ്ട്രൈക്ക് ചെയ്തു. വെടിക്കെട്ട് ബാറ്റ്സ്മാൻ രവീന്ദ്രയെയാണ് റഷീദ് പുറത്താക്കിയത്. വെറും 20 പന്തിൽ 3 സിക്സും 6 4 ഉൾപ്പെടെ 46 റൺസ് ആണ് താരം ഇന്ന് അടിച്ചുകൂട്ടിയത്. തുടർന്ന് രഹാനെ ഗൈക്വാദ് സഖ്യം ചെന്നൈ ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചു. 42 റൺസിന്റെ പാർട്ണർഷിപ്പ് കൂട്ടിച്ചേർത്തെങ്കിലും സായിക്ഷോർ രഹാനെയെ പുറത്താക്കി. തുടർന്ന് ക്രീസിൽ എത്തിയത് ശിവം ദുബെയായിരുന്നു. ദുബെ ആദ്യം മുതൽ ആക്രമിച്ചു കളിച്ചു. റഷീദ് ഖാൻ അടങ്ങുന്ന ബൗളിംഗിനെ ദുബെ അടിച്ചു നിലംപരിശാക്കി. എന്നാൽ 12ാം ഓവറിൽ ക്യാപ്റ്റൻ ഗൈക്വാദിനെ ചെന്നൈക്ക് നഷ്ടമായി. 36 പന്തിൽ 46 നേടിയാണ് താരം പുറത്തായത്. മറുവശത്ത് ദുബെ അടിച്ചു തന്നെ കളിച്ചു. 5ാം നമ്പരിൽ എത്തിയ മിച്ചലെയും കൂട്ടുപിടിച്ച് ദുബെ വെടിക്കെട്ട് പ്രകടനം തുടർന്നുകൊണ്ടിരുന്നു. വെറും 22 പന്തിലാണ് താരം ഇന്ന് 50 പൂർത്തിയാക്കിയത്. എന്നാൽ റഷീദ് ഖാന്റെ 19ാം ഓവറിൽ ദുബെയും പുറത്തായി. പിന്നീട് എത്തിയ യുവതാരം സമീർ റിസ്വി റഷീദിനെ 2 സിക്സറുകൾ പറപ്പിച്ച് ഞെട്ടിച്ചു. അവസാന ഓവറിൽ ജഡേജയുടെ ഫിനിഷിംഗ് കൂടിയായപ്പോൾ ചെന്നൈ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 206 റൺസ് നേടി ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. ഗുജറാത്ത് ബൗളിംഗിൽ 2 വിക്കറ്റ് നേടിയ റഷീദ് ഖാൻ ആണ് തിളങ്ങിയത്. 206 എന്ന കൂറ്റൻ വിജയലക്ഷ്യമായി ഇറങ്ങിയ ഗുജറാത്തിന് അത്ര മികച്ച തുടക്കമല്ല ലഭിച്ചത്. 3ാം ഓവറിൽ തന്നെ ചാഹാർ ആദ്യ ബ്രേക്ക് ത്രൂ കണ്ടെത്തി. ഗുജറാത്ത് ക്യാപ്റ്റനെ ചാഹർ LBയിൽ കുരുക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ വെറും 6 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ ഗുജറാത്തിന് 2ാം വിക്കറ്റും നഷ്ടമായി. ഇത്തവണ പുറത്തായത് സാഹയായിരുന്നു. വലിയ ഷോട്ട് കളിക്കാൻ നോക്കിയ സാഹയെ ചാഹർ തുഷാറിന്റെ കയ്യിൽ എത്തിക്കുകയായിരുന്നു. 7ാം ഓവറിൽ മിച്ചൽ വിജയ്ശങ്കറിനെയും പുറത്താക്കിയതോടെ ഗുജറാത്ത് 55-3 എന്ന നിലയ്ക്ക് കൂപ്പുകുത്തി. പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാർ പൊരുതി നോക്കിയെങ്കിലും ചെന്നൈ തങ്ങളുടെ 2ാം വിജയം സ്വന്തമാക്കുകയായിരുന്നു. ഇന്നത്തെ വിജയത്തോടെ ചെന്നൈ പോയിന്റ് ടേബിളിൽ തലപ്പത്തേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ ചെന്നൈയുടെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.